ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് നോക്കിയാലോ. സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയേ. ഫസ്റ്റ് തന്നെ ഈ ഒരു വൈറ്റ് പൗച്ചാണ്. ഇത് നല്ല ക്യൂട്ടാണ് കാണാൻ, അത്യാവശ്യം സ്പേഷ്യസും ആണ്. 2 ഉറകൾ വരുന്നുണ്ട്, ഒന്ന് ഫ്രണ്ടിലും പിന്നെ ഒന്ന് ബാക്കിലും. പിന്നെ ഞാൻ പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക് വഴിയാണ് ഇവട്ടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെയാണ്, ബെറ്റർ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇങ്ങനത്തെ പൗച്ചസ് കാണുമ്പോൾ ആലോചിക്കും, ഈ പൗച്ചസ് ഒന്നും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം കണ്ടിട്ടില്ലല്ലോ. ആകെ ആ സമയത്ത് ഷോപ്സിൽ പോയി മേടിക്കുന്നത് കാരണം അവിടെയുള്ള കുറച്ച് പൗച്ച് മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് വരും. ഇപ്പം അങ്ങനെയല്ലോ, ഓൺലൈൻ ഉള്ളതുകൊണ്ട് കുറേ വെറൈറ്റി ഓപ്ഷൻസ്, ക്യൂട്ട് ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ആ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പിന്നെ ഈ ഒരു കാൽക്കുലേറ്റർ, ഇത് നല്ല ക്യൂട്ട് ആൻഡ് കളർഫുള്ളാണ് കാണാൻ. ഞങ്ങളുടെ സമയത്ത് ആകെ ഒരു ഗ്രേ കളറിൽ കാൽക്കുലേറ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കളറുള്ള കാൽക്കുലേറ്റർ കണ്ടിട്ടേ ഇല്ല ഞാനൊന്നും. അപ്പോൾ അത് പരാതി പറച്ചിൽ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടൈമറാണ്. ഇത് കിച്ചൺ ടൈമർ എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്, പക്ഷെ ഞാനാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ ഈ ഒരു സിസേഴ്സ്, ഇത് നല്ല ക്യൂട്ടാണ് കാണാൻ. ഇതിനൊരു കവറൊക്കെ വരുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഇപ്പം പൗച്ചിനകത്തൊക്കെ ഇടുവാണെങ്കിലും എവിടെയെങ്കിലും കൊള്ളുമോ എന്നുള്ള ഇതൊന്നും പേടിയൊന്നും വേണ്ട. പിന്നെ അടുത്തത് ഈ ഒരു കളർ പെൻ സെറ്റ്. അപ്പം എനിക്കാണെങ്കിൽ പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കളറൊക്കെ അടിക്കുക, അതായത് നമ്മളുടെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമല്ലോ, അത് ഞാൻ ഇങ്ങനെ മാക്സിമം ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. ഫുൾ കളറൊക്കെ അടിച്ച്, എൻ്റെ കോക്രോച്ചൊക്കെ ആണെങ്കിൽ ഫുൾ കളർഫുള്ളാണ്, എല്ലാ കളറും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് കളറടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുറച്ച് പെൻസ്, ഇത് ബ്ലാക്ക് ഇങ്കാണ് വരുന്നത്, ജെൽ പെന്നാന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അതും അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഹൈലൈറ്റേഴ്സ്. ഈ ഹൈലൈറ്റേഴ്സ് ഞാൻ പേസ്റ്റൽ കളേഴ്സിലാണ് മേടിച്ചേക്കുന്നത്. ഈ ഹൈലൈറ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് കളർ വൈസ് ഒരു കളർ കോഡിങ് രീതിയിൽ മാർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു കളറിൽ, അതിൽ തന്നെ പ്രീവിയസ് ഇയർ ഒരു കളറിൽ, പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒരു കളറിൽ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കളറിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടേതായിട്ടുള്ള പാറ്റേണിൽ കളർ കോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭയങ്കര റിവിഷൻ ടൈമിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അത്. പിന്നെ ഈ ഒരു സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒരു സെറ്റാണ്. ഇതിനകത്ത് പെൻസിൽ വരുന്നുണ്ട്, പിന്നെ ഹൈലൈറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, പിന്നെ പെന്നുണ്ട്, പിന്നെ പല കളറിലുള്ള പെന്നുണ്ട്. പിന്നെ ആദ്യം കാണിച്ചതിൽ ഒരു റബ്ബർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേപ്പർ കട്ടർ, പിന്നെ ഒരു കറക്ഷൻ ടേപ്പ്. ഇത്രയാണ് ആ ഒരു കിറ്റിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഞാൻ കുറേ സ്റ്റിക്കി നോട്ട്സ് മേടിച്ചതിൽ എനിക്കിത് ഏറ്റവും അഫോർഡബിളും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണിത്. കാരണം ഒരു സ്റ്റിക്കി നോട്ട് സെറ്റിൽ തന്നെ പല കളറ് പേപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. ഐ തിങ്ക് ഇതൊരു വർഷം നമുക്ക് ഫുൾ വേണമെങ്കിൽ യൂസ് ചെയ്യാനുള്ള അത്രയും സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് ഒരെണ്ണം മേടിച്ചാൽ തന്നെ. ഇതിൻ്റെ തന്നെ ഞാൻ 3 കളേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിങ്ക്, ഒരു ഗ്രീന്, പിന്നെ ഒരു ബ്ലൂ. അപ്പം അത് ഞാൻ കാണിക്കുന്നുണ്ട് ഓരോന്നും. പിന്നെ ഞാൻ മേടിച്ചതൊരു ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ലാവൻഡർ കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. സ്റ്റിക്കി നോട്ട്സ് നമ്മളിപ്പം ഇപ്പം ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഈ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി ആ നോട്ടിൻ്റെ സൈഡിലോ വേറെ അല്ലെങ്കിൽ ബാക്കിലോ എല്ലാം എഴുതിയിട്ട് ബാക്കിലോ എവിടെയെങ്കിലും സ്ഥലം കിട്ടുന്ന അനുസരിച്ച് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. അതാകുമ്പോൾ പോയിൻറ്റ്സ് ഒന്നും മിസ്സായി പോവില്ല. പിന്നെ സ്റ്റിക്കി നോട്ട്സ് തന്നെയാണ് അടുത്തത് കാണിക്കുന്നത്. ഇത് 4 കളറിലെ സ്റ്റിക്കി നോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല യൂസ്ഫുള്ളാണ്.
പിന്നെ അടുത്ത കാണിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നെസസിറ്റി ഒന്നും അല്ല, അത് ഒരു ഷോയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് ടൈം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തതെന്ന് നമുക്കിങ്ങനെ എഴുതി വെക്കാം. അതായത് ഇതിൻ്റെ കൂടെ പേപ്പേഴ്സ് വരുന്നുണ്ട്. ഈ പേപ്പേഴ്സിനകത്ത് ഇങ്ങനെ എഴുതി നമുക്ക് ഇതിനകത്ത് കയറ്റി വെക്കാം. പിന്നെ ഈ പേപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും വരുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മൾ ചെയ്തോ ഇല്ലയോ എന്നൊന്ന് നോക്കാം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്, ആ സ്വിച്ച് ഇങ്ങോട്ട് നീക്കുമ്പോൾ ടിക്ക് വരും, അപ്പുറത്തോട്ട് നീക്കുമ്പം അത് ക്രോസ് വരും. അപ്പം അത്രേ ഉള്ളൂ, ഇത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്പെക്സിൻ്റെ ഒരു ബോക്സ്, ഇത് നല്ല ക്യൂട്ടാണ് കാണാൻ. ഇത് ഫ്രണ്ട്സിനൊക്കെ കാണിച്ച് ഷോ ഇറക്കാൻ പറ്റിയ ഐറ്റമാണ്. നെക്സ്റ്റ് പിങ്ക് കളറിലെ ഒരു അലാമാണ്. ഇത് ഞാൻ നേരത്തെ മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതാണ് അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഈ ഒരു ഡയറി, ഇതിൽ നമുക്ക് പേര് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഞാനത് കുറച്ചുകൂടെ ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു സാധാ ഡയറിയാണ്, അകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ആ ഒരു നല്ല ബൈൻഡിങ്ങും ആണ്. പിന്നെ നമുക്ക് പേര് കസ്റ്റമൈസ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് മാത്രമേ ഞാൻ മേടിച്ചത്, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല, സാധാ ഡയറി തന്നെയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞ് ഒരു ടേബിളിൽ വെക്കുന്ന ഒരു ക്യാലണ്ടർ. പിന്നെ അടുത്തത് കാണിക്കുന്നത് ഒരു മിനി പ്രിൻ്ററാണ്. അത് ആക്ച്വലി ഞാൻ മുമ്പ് ജേർണലിംഗ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പടം വരയ്ക്കുന്നതിന് പകരമൊക്കെ കുഞ്ഞ് ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.